ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു കാര്യമാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. എല്ലാവർക്കും ഉപകാരമാവും. നമ്മളെല്ലാവരും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണ്. പാചകത്തിനും തലയിൽ തേച്ച് കുളിക്കാനും ഒക്കെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു. വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചും ചിന്തിക്കാനേ പറ്റില്ല, അല്ലേ? പക്ഷേ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ വെളിച്ചെണ്ണയെക്കുറിച്ച് പല വാർത്തകളും കേൾക്കാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ മായം കലർന്നതാണെന്ന് നമ്മൾ ചില വാർത്തകളിലൊക്കെ ശ്രദ്ധിക്കാറില്ലേ? അതുപോലുള്ളൊരു വാർത്ത ഒന്ന് ശ്രദ്ധിക്കൂ. ശബരിയുടെ 2 പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചപ്പോൾ മെഴുകുരൂപത്തിലുള്ള ദ്രാവകം കണ്ടു. നമ്മൾ ന്യൂസിലൊക്കെ ഇതുപോലുള്ള വാർത്തകൾ ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ അത് കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ കാണും. പിന്നെ നമുക്ക് അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ വെളിച്ചെണ്ണയിലെ മായം കണ്ടെത്താൻ ഒരു എളുപ്പ വഴി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് വെളിച്ചെണ്ണയിൽ മായം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത്തരത്തിലുള്ള 2 ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വെളിച്ചെണ്ണയിൽ മായം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ബ്രാൻഡിലുള്ള വെളിച്ചെണ്ണ വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മലപ്പുറം ഈ ഭാഗത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച വെളിച്ചെണ്ണയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ മില്ലിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതൊരു ബോട്ടിലാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അതിലൊന്നും വലിയ കൂട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെയാണ് ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. വീട്ടിൽ നമ്മൾ കൊപ്ര ഉണക്കിയിട്ട് ഇവിടുത്തെ മില്ലിൽ കൊണ്ട് ആട്ടിയ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. അത് 2 ബോട്ടിൽ ആദ്യം വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രാൻഡഡായിട്ട് വാങ്ങിയ പാക്കറ്റിലും ബോട്ടിലൊക്കെ വാങ്ങിയ വെളിച്ചെണ്ണയും ഇതുപോലെ ചെറിയ ബോട്ടിലാക്കിയിട്ട് വെക്കുകയാണ് ഞാൻ. അപ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ അതിൽ ഏതിലെങ്കിലും മായം ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ട്രാൻസ്പെറൻറ്റ് ഇതിലുള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ ഇതിന് നല്ല എയർ ടൈറ്റ് മൂടിയുണ്ട്, അടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ബ്രാൻഡും ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒക്കെ കുറേശ്ശെ ഇതിലോട്ട് ഒഴിക്കാം. ഇതുപോലത്തെ മില്ലത്തെ വെളിച്ചെണ്ണ ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റേതും എല്ലാം ഇതുപോലെ ബോട്ടിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഓരോരോ ടിന്നെടുത്ത് ഇതുപോലെ ടേപ്പ് എടുത്തിട്ട് അതിൽ പേര് എഴുതിയിട്ട് ഒട്ടിക്കാം. കാരണം നമുക്ക് ഏത് ബ്രാൻഡാണ് അതിൽ ഒഴിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ബ്രാൻഡാണെന്നുള്ളത്. ഇനി നമുക്ക് ഓരോരോ ബ്രാൻഡ് എടുത്തിട്ട് ഇതിലൊഴിക്കാം, ടിന്നിലൊഴിക്കാം. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ കേര ബ്രാൻഡാണ്. ഇത് നമ്മുടെ കേരള സർക്കാർ ഉൽപ്പന്നമാണ്. റേഷൻ കിറ്റിൽ കിട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എങ്കിലും നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇതുപോലെ ഞാൻ പേര് എഴുതുന്നുണ്ട്. ആ ബ്രാൻഡിൻ്റെ പേര് തന്നെയാണ് ഇതിൽ എഴുതുന്നത്. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് അതിന്മേൽ ആ ടിന്നിൽ ഒട്ടിക്കാം. അങ്ങനെ എല്ലാതും നമുക്കിതുപോലെ പേര് എഴുതിയിട്ട് ആ ടിന്നിലോട്ട് വെളിച്ചെണ്ണ മാറ്റാം. ഇപ്പോൾ എല്ലാ ടിന്നിലും ഞാൻ പേര് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ പേരാണ് എഴുതി വെച്ചിട്ടുള്ളത് ആ ടിന്നിലോട്ട് ആ ബ്രാൻഡ് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. നമ്മളിത് അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ നല്ല വെളിച്ചെണ്ണയാണെങ്കിൽ അത് അരമണിക്കൂർ കൊണ്ട് നല്ല പോലെ കട്ടിയായിട്ട് വരും. അതിൽ വല്ല മായം എന്തെങ്കിലും കലർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കട്ടിയാവില്ല. അതാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്ത് നോക്കാറുള്ളത്. അപ്പോൾ സാധാരണയായി വെളിച്ചെണ്ണയിൽ കൂടുതലും മായം കലർത്തത് നിറവും മണവും ഇല്ലാത്ത പാം കർണൽ ഓയിലാണ് ചേർക്കാറുള്ളത്. അത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കട്ടിയാവില്ല. നമ്മൾ സാധാരണ നമ്മൾ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നോക്കിയാൽ മതി, അത് കട്ടിയാവില്ല. അതേപോലെ തന്നെയാണ് നിൽക്കാറുള്ളത്. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എല്ലാ ബ്രാൻഡിലും ടെസ്റ്റ് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഞാൻ ആദ്യമൊക്കെ വാങ്ങുന്ന ബ്രാൻഡ് ഒന്ന് കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ കട്ടിയാവുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ബ്രാൻഡ് പിന്നെ വാങ്ങാറുള്ളൂ. ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ ബ്രാൻഡും കിട്ടുന്ന ബ്രാൻഡൊക്കെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഇത് അറിയാൻ പറ്റുമല്ലോ. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് വരുന്ന ബ്രാൻഡിലൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഇവിടെ ഈ മലപ്പുറം ഈ ഭാഗത്ത് ഉൽപ്പാദിപ്പിച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ചെയ്ത് നോക്കുന്നത്. ഇതാണല്ലോ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 6 ഡബയിലുണ്ട് കേട്ടോ. 4 ബ്രാൻഡ് ഞാൻ വാങ്ങിയതും, ഒന്ന് മില്ലിൽ നിന്ന് വാങ്ങിയതും, പിന്നെ ഒന്ന് വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 6 ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ മാറ്റിയതിന് ശേഷം നമുക്ക് അരമണിക്കൂറിന് ശേഷം ഇത് നോക്കാം എന്താ ഇതിൻ്റെ അവസ്ഥ എന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാനൊരു ഡബയിൽ ഓയിലും വെക്കുന്നുണ്ട്. സാധാരണ നമ്മൾ സൺഫ്ലവർ ഓയിലുണ്ടല്ലോ വാങ്ങുന്ന, അതും വെക്കുന്നുണ്ട്. അതിന് പേര് എഴുതിയിട്ട് ഞാൻ വെക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അതിന് ശേഷം നമുക്ക് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഡബ്ബകളും. 7 ഡബ്ബ ഉണ്ടായിരുന്നു. 6 വെളിച്ചെണ്ണ, ഇത് ഓയിലുമാണ് കേട്ടോ. ഓയിൽ ആ വെച്ച അതേപോലെ തന്നെ ലിക്വിഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഓയിലിന് കേട്ടോ. ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. വെള്ളമായിട്ട് തന്നെ കട്ടി എഴുതുന്നില്ല. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചത്. നമുക്ക് മാറ്റം അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ നോക്കാം. വെളിച്ചെണ്ണ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കേര വെളിച്ചെണ്ണയാണ്. നല്ല അടിപൊളി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതിലൊരു മായവും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ ബ്രാൻഡും നോക്കുകയാണെങ്കിൽ എല്ലാം അതുപോലെ തന്നെ. അതുകൊണ്ടാണ് കേര വെളിച്ചെണ്ണ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു നല്ല ഒറ്റ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നല്ല മണവും ഉണ്ടാവും കേട്ടോ. വെളിച്ചെണ്ണയുടെ ആ മണവും ഉണ്ടാവും. ചിലത് മണം കുറവായിരിക്കും. ഇത് കണ്ടോ, ഇത് ഓയിലാണ്. ഓയിൽ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം അരമണിക്കൂർ തന്നെയാണ് വെച്ചത്. ഫ്രിഡ്ജിലാണ് വെച്ചത്, ഫ്രീസറിലൊന്നുമല്ല വെച്ചത്. ഫ്രീസറിൽ വെക്കാൻ പാടില്ല കേട്ടോ. ഇത് CM വെളിച്ചെണ്ണയാണ്. ഇതും അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെച്ച എല്ലാ ബ്രാൻഡും കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒന്നിലും മായം കലർന്നിട്ടില്ലെന്ന് നമുക്കതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലെ നമ്മുടെ ഈ ഭാഗത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയാണ്. അതിലിപ്പോൾ കേര വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ നിന്ന് പുറത്ത് വന്ന ബ്രാൻഡുള്ളത്. മറ്റേതൊക്കെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊന്നും ഇത് കണ്ടോ, ഇത് നമ്മളെ മില്ലിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാം നല്ല വെളിച്ചെണ്ണ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും മായം കലർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇനി അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ നല്ലൊരു ഒരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഉയരത്തിൽ നിന്ന് ഒഴിക്കുക. അപ്പോൾ ഇതുപോലെ ഒഴിക്കുമ്പോൾ ഇതുപോലെ പത വരുന്നുണ്ടെങ്കിൽ നല്ല മായം കലരാത്ത വെളിച്ചെണ്ണയാണ്. ഇനി പത വരുന്നില്ല എങ്കിൽ മായം കലർന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ ഈ 2 മെത്തേഡ് നോക്കുക. പിന്നെ വെളിച്ചെണ്ണയുടെ മണം ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. പിന്നെ രണ്ടാമത് ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ മൂന്നാമത് ഇതുപോലെ ഒന്ന് ഒഴിച്ച് നോക്കുക. ഇതുപോലെ പത വരുന്നുണ്ടോ, കുറച്ച് ഉയരത്തിൽ നിന്ന് ഒഴിച്ച് നോക്കുക. ഇതുപോലെ പത വരുന്നുണ്ടെങ്കിൽ മായം കലരാത്ത നല്ല വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണയിൽ മായം ഉണ്ടോ ഇല്ലോ എന്നറിയാൻ നമുക്ക് വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന ഒരു 2 മെത്തേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇതുവരേക്കും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി.